ഇത്രയും നിശബ്ദത ഞാൻ നിയമസഭയിൽ പോലും കണ്ടിട്ടില്ല. അഞ്ചലുകാർക്ക് ഇതെന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഈ പരിപാടി വീക്ഷിക്കാമെന്നതാണോ അതോ ഏതെങ്കിലും മരണമായിട്ടിരിക്കുക? അല്ല, കൈയടിക്കാനല്ലോ അല്ലാണ്ട് ഒരിടാത് കടന്നു പോവുകയാണ്. ഒരു ബഹുമാനമില്ല. അല്ല സുഹൃത്തേ, അതോ സുഹൃത്തേ, എന്താണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു നോട്ടം? നമ്മളിതിനു മുമ്പ് കൊല്ലത്ത് വെച്ച് കണ്ടതല്ലേ? അല്ലേ? അദ്ദേഹത്തെ തന്നെ ഓർമ്മയില്ല. ഞാൻ ആരെന്ന് മനസ്സിലായി. ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു മര്യാദ വേണ്ട. അപ്പൊ തന്നെ ചമ്മടം കൂടി ഇട്ട് ചെയ്യുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുടെ. സത്യം പറഞ്ഞാൽ ഇവിടെ ചെറിയ പടക്കങ്ങൾ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത്രയും ജനപ്പെരുപ്പം ഉണ്ടായിട്ട് ആളുകളുടെ കൈയടികൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, കൈയടി കേൾക്കാനായിട്ട് ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാമായിരുന്നു. മോദിജി വന്നാൽ ആരാണ് വളരെ വന്നു. അല്ലേ? അല്ലേ? അതെ. അല്ല മോദിജി, നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയാണോ സംസാരിക്കുന്നത്? ഞാൻ ആ പരിപാടിക്കല്ല വന്നത്. ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു ലിഫ്റ്റിൽ ഇങ്ങോട്ട് ഞാനിവിടെ നടന്നു വന്നത്. എന്താ വന്നാലും ശരി, നമ്മുടെ പഴയ കഥ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു പഴയ കഥയുണ്ട്. ഞങ്ങള് ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞങ്ങള് നല്ലൊരു ഗായകന്മാര്, ഞങ്ങൾക്ക് മ്യൂസിക് പാലുണ്ട്. ഈ ഒറിജിനൽ ഓർക്കസ്ട്ര പോലെ കണ്ടില്ലേ? ഞങ്ങൾക്ക് മ്യൂസിക്കിനുള്ള അവാർഡ് കിട്ടിയില്ല. കാണുന്ന പോലെ എളുപ്പമല്ല, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു അവാർഡാണത്. അപ്പൊ നമുക്ക് ആ പാട്ട് ഒന്ന് പാടുക. നിവാസികൾക്ക് നമസ്കാരം, ചേട്ടന്മാർക്ക് നമസ്കാരമുള്ള. ഞാൻ ഇതെല്ലാം മഴ പെയ്യുണ്ട് അവിടെ, വല്ലാത്ത കാറ്റുകൾ അടിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാവർക്കും എനിക്ക് ഈ സ്റ്റേജിൽ ഒരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ തോക്ക് വെച്ച് കളിക്കണമെന്നില്ല. ഞാൻ ആരെന്ന് മനസ്സിലായ ഇതെന്താ നീ പെണ്ണ് കാണാൻ പറയുന്ന ആണം. അത് തോക്ക് വെച്ച് നമ്മളെ പേടിപ്പിക്കും. നമ്മൾ ആരാണ് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാത്ത വേണ്ടി നമുക്കൊരു പാട്ട് പാടാണ്. അക്കാലം മാമലയൊന്നും നമ്മുടെ മകനെ, ഈ കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പത്തി വരും തുകകടലാനകപാട്ടുരുവങ്ങൾ, പുഴുപുലികൾ പത്തി വരും തുകകടലാനകപാട്ടുരുവങ്ങൾ. പലകാല പല ദൈവങ്ങൾ ഉളയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും ഇവിടം ഭൂലോകം തിരുമകനെ. കലഹിച്ചു മരിക്കും ഇവിടം ഇഹലോകം എൻ തിരുമകനെ. നമസ്കാരമുണ്ട്. അഞ്ചനാർക്ക് നമസ്കാരം, പ്രത്യേക നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ നമ്മുടെ ദിനാചരണം കടന്നു പോയിരിക്കുകയാണ്. 2024 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പല പല സൂപ്പർ ഹിറ്റ് ഓർത്തിരിക്കുന്ന വൈറൽ ഡയലോഗുകളുണ്ട്. അതിൽ നമുക്ക് ഈ 2024 അവസാനിക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗായിരുന്നു നമ്മുടെ സുരേഷ് കൃഷ്ണ. അല്ലെ? സുരേഷ് കൃഷ്ണനെ എല്ലാവർക്കും അറിയാം. അതേ രാജമാണിക്ക എന്ന സിനിമയില് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഇതേപോലെ പ്രോഷൻ ധരിച്ചതല്ല പഠിപ്പിക്കാൻ ധരത്തൊക്കെ കയ്യിൽ കാണാൻ തട്ടി പൊട്ടി തെക്കിരിക്കും. അതിന്റെ പേരില് മക്കൾക്ക് കണ്ട നമ്മുടെ മനസ്സിൽ ഇപ്പൊ അതായത് കണ്ട. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഈ 5 പരിപാടിയിൽ വരാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല നിങ്ങളെല്ലാവരുടെ നിശബ്ദത കാണുമ്പോഴും വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരും കൈയടിക്കാതിരിക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.
ഇങ്ങനെയായിരുന്നു നമ്മുടെ സുരേഷ് കൃഷ്ണ ശബ്ദം. ഇതേ തന്നെ ശബ്ദത്തിന് മീറ്ററുകൾ മാറിയാൽ നമുക്ക് മറ്റൊരു ആളുടെ ശബ്ദത്തിലേക്ക് കടക്കാം. മാത്രമല്ല വളരെ എനിക്ക് ഒരു ലൈഫ് തന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് ആണ് അത്. ഓക്കെ.